കാർഷിക വിഭവശേഷി ഏറ്റവും നന്നായി കൈകാര്യം ചെയ്യുന്ന ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റിയത് ഇവിടുത്തെ വിദ്യാഭ്യാസ പുരോഗതിയാണെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ നിലമ്പൂർ അമൽ കോളേജിൽ അമലിറ്റ് ത്രിദിന ഇന്റർനാഷണൽ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മൾക്ക് പുതിയ തലമുറ, പുതിയ വിദ്യാഭ്യാസ രീതി, ആധുനികത എല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ പോവുകയും ഏറ്റവും നല്ല രീതിയിൽ ജീവിതം നയിക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. പഴയ പോലെയല്ല. മുമ്പ് നിലമ്പൂരിലൊക്കെ വരുമ്പോൾ ഓല വീടുകളും ഒക്കെ തന്നെ, നിലമ്പൂർ മാത്രമല്ല കേരളത്തിന്റെ എല്ലാ ഭാഗത്തും നമ്മൾ കണ്ടതാണ്. കേരളത്തിന്റെ ഓരോ ചെറിയ പട്ടണങ്ങളിലും അന്തിയുറങ്ങാൻ ഇടമില്ലാത്ത ധാരാളം ആളുകൾ പീഡികത്തിണ്ണയിൽ ഉറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുന്ന ധാരാളം ആളുകളെ നമ്മുടെ തെരുവുകളിലൊക്കെ തന്നെ നമുക്ക് കാണാമായിരുന്നു. ഇന്ന് കേരളത്തിന്റെ ഏതെങ്കിലും ഒരു പട്ടണത്തിൽ ഭക്ഷണത്തിന് വേണ്ടി കൈനീട്ടുന്ന ഒരാളെ പോലും നമുക്ക് കാണാൻ കഴിയില്ല. കേരളത്തിൽ മാത്രമല്ല, അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന ആളുകളെ പോലും നമുക്ക് കാണാൻ കഴിയും. വയോധികരായിട്ടുള്ള ആളുകൾ, കിടക്കാൻ ഇടമില്ലാതെ ഭക്ഷണമില്ലാത്ത ഒരാളെ പോലും ഇന്ന് നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയില്ല. ആ രീതിയിലേക്ക് നമ്മൾ വളർന്നു. ഞാൻ ആദ്യം അതാണ് സൂചിപ്പിച്ചത്, സർക്കാരിന്റെ മാത്രം കഴിവുകൊണ്ടൊന്നല്ല, പൊതുസമൂഹത്തിലുണ്ടായിട്ടുള്ള മാറ്റം, നമ്മൾ നേടിയ വിദ്യാഭ്യാസം എങ്ങനെയാണ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്, സമൂഹത്തിൽ അതെങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഈ വിദ്യാഭ്യാസ പുരോഗതിയിൽ നിന്നുള്ള നേട്ടങ്ങളുടെ ഭാഗമായി സാമൂഹിക സാമ്പത്തിക രംഗങ്ങളിൽ കേരളത്തെ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ ഏറെ മുന്നിലെത്തിക്കുവാൻ സഹായിച്ചത് ഈ ഒരു പരിവർത്തനമാണ്. അത്തരമൊരു മുന്നേറ്റം ഏതെങ്കിലും ഒരു ഗവൺമെന്റിന്റെ നേട്ടമായി പറയാൻ കഴിയില്ല. അത് കൂട്ടായ്മയുടെ ഒരു വിജയമാണ്. വിദ്യാഭ്യാസ പുരോഗതിക്ക് ഓരോ സ്ഥാപനങ്ങളും യൂണിവേഴ്സിറ്റികളും ഒക്കെ അതിൽ കൃത്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിനെയൊക്കെ നേട്ടമാണ് എന്നെ കാണുന്ന ഈ പുരോഗതി. വൻകിട കമ്പനികൾ കേരളത്തിലേക്ക് വരുന്നത് ഇവിടുത്തെ മാനുഷിക ശേഷി ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തുവാൻ കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കേരളം ഒരു തൊഴിൽ ഹബ്ബായി മാറിയിട്ടുണ്ട്. മില്യൺ കണക്കിന് ഇതര സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ ജോലി ചെയ്തു വരുന്നുണ്ട്. സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾ ഉന്നത പഠനത്തിനായി ഇനി വിദേശ രാജ്യങ്ങളിൽ പോകേണ്ടി വരില്ലെന്നും അത്തരത്തിലുള്ള തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ രീതി ഉടൻ കേരളത്തിൽ നടപ്പിലാകുമെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല, ആരോഗ്യ, കാർഷിക മേഖലകളിലും കേരളം പുരോഗതിയിലാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അമൽ കോളേജിൽ ഡാൽറോപ്പിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. കോളേജ് കമ്മിറ്റി ചെയർമാൻ പി.വി. അബ്ദുൽ വഹാബ് MP അധ്യക്ഷനായി. റിപ്പോർട്ടർ TV കൺസൾട്ടിംഗ് എഡിറ്റർ ഡോക്ടർ അരുൺകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. P.K. ബഷീർ MLA, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗവും അമൽ കോളേജ് മാനേജറുമായ P.V. അലി മുബാറക്, പ്രിൻസിപ്പൽ ഡോക്ടർ K.P. മുഹമ്മദ് ബഷീർ, ഹൈദരാബാദ് ICSSR SRC ഹോണററി ഡയറക്ടർ പ്രൊഫസർ B. സുധാകര റെഡ്ഡി, യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗങ്ങളായ ഡോക്ടർ V.L. ലജീഷ്, ഡോക്ടർ ആബിദ ഫാറൂഖി, C. അൻവർ ഷാഫി, ടോൾറോപ്പ് CEO സഫീർ നജ്മുദ്ദീൻ, PM ഉസ്മാൻ അലി, ഡോക്ടർ N. ഷിഹാബുദ്ദീൻ, അമലിറ്റ് കോർഡിനേറ്റർ ഡോക്ടർ U. ഉമേഷ്, ജോയിന്റ് കോർഡിനേറ്റർ ഡോക്ടർ T. ഷമീമ, പ്രൊഫസർ K.A. നൂറുദ്ദീൻ, ഡോക്ടർ PM അബ്ദുൽ സാക്കിർ, ഡോക്ടർ T. ഷമീർ ബാബു, കോളേജ് സൂപ്രണ്ട് TP അഹമ്മദ് സലീം, ഡോക്ടർ CH അലി ജാഫർ, കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ TP റെന തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ വകുപ്പുകളിൽ നടന്ന പാനൽ ചർച്ചകളിൽ ഡോക്ടർ സയ്യിദ് അസറുദ്ദീൻ, ജൂലി മെഹരിയോള, എസ്സിൻ ദുർദുഗാൽ, ഡോക്ടർ PJ ഹെർമൻ, ഡോക്ടർ KJ വർഗീസ്, ഡോക്ടർ VA ഹസൻ, ഡോക്ടർ സിമി K. സാലിം എന്നിവർ സംസാരിച്ചു. സെമിനാർ ശനിയാഴ്ച സമാപിക്കും. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.